ക്ലാസിക് മോട്ടോർ സൈക്കിളിന് വളരെ വലിയൊരു ഡിമാൻഡാണ് ഇപ്പോൾ. നമുക്കറിയാം റോയൽ എൻഫീൽഡ് മാത്രം അല്ലെങ്കിൽ അവരുടെ മാത്രമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ക്ലാസിക് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ബ്രാൻഡ്സും ചെറിയ രീതിയിലുള്ള ഏകദേശം ഒരു 150cc തൊട്ടിട്ട് ഒരു 500cc ഉള്ളിലുള്ള വരാൻ പോകുന്ന ക്ലാസിക് മോട്ടോർ സൈക്കിളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്തായാലും റോയൽ എൻഫീൽഡിന് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. അത് ഹോണ്ടയുടെ CB350 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ, ഹൈനീസ് CB350 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റോയൽ എൻഫീൽഡിന് സ്ട്രഗിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മോട്ടോർ സൈക്കിളിൽ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോ ഗോസ്, ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ട് ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിളിനാണ് ഹോൾ വേൾഡിൽ തന്നെ ഇപ്പോൾ നല്ലൊരു ഡിമാൻഡ് ഉള്ളത്. അതിലൊരെണ്ണം ക്ലാസിക് മോട്ടോർ സൈക്കിളും പിന്നെ അഡ്വഞ്ചർ ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിളാണ്. ഇതിന് വലിയൊരു ഡിമാൻഡ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഒരു ഫുള്ളി ഫെയറിംഗ് ആയിട്ടുള്ള സ്പോർട്സ് മോട്ടോർ സൈക്കിളും നേക്കഡ് മോട്ടോർ സൈക്കിളിനേക്കാളൊക്കെ ഡിമാൻഡ് കുറച്ചുകൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് കാറ്റഗറി ഓഫ് മോട്ടോർ സൈക്കിളാണ് ക്ലാസിക് മോട്ടോർ സൈക്കിളും അതുപോലെ തന്നെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും. പല കമ്പനീസും ക്ലാസിക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളും അഡ്വഞ്ചർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളും ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. പല മോട്ടോർ സൈക്കിളിലൊക്കെ സ്പൈ ഷോട്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ റിവീൽ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ചില ക്ലാസിക്കൽ മോട്ടോർ സൈക്കിളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ റൈവൽ എന്ന് പറയുന്നത് രണ്ട് കമ്പനികളായിരുന്നു. ഓൾറെഡി അവരായിരുന്നു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിരുന്നത്. ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ജാവയുടെ 42 എന്ന് പറയുന്ന ക്ലാസിക് മോട്ടോർ സൈക്കിളും അതുപോലെ ജാവ 42 എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു. അതിനുശേഷം ബെനലിയുടെ ഇംപാരൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, ക്ലാസിക് മോട്ടോർ സൈക്കിൾ തന്നെയാണ്, അതും കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഏറ്റവും പുതിയ ഒരു റൈവൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയൊരു റൈവൽ എന്ന് പറയുന്നത് CB350 എന്ന് പറയുന്ന ഹോണ്ടയുടെ മോട്ടോർ സൈക്കിളാണ്. അതിനിടയ്ക്ക് നമുക്കറിയാം ഹാർലി ഡേവിഡ്സന് വലിയൊരു ഇഷ്യൂ വന്നു. അതുകൊണ്ട് തന്നെ 750 സീരീസ് എന്ന് പറയുന്ന ആ ഒരു സീരീസും റൈവലായിട്ട് നിന്നിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ 652 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ആയിരുന്നു. 652 എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഹാർലി ഡേവിഡ്സനും വലിയൊരു റൈവലിന് മാത്രമല്ല അവരുടെ സെയിലിന് വളരെയധികം ഒരു നെഗറ്റീവ് ആയിട്ടൊരു ഇമ്പാക്ട് കൊടുത്ത ഒരു മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡിന്റെ 652 ആയിട്ടുള്ള കോണ്ടിനൽ GTയും അതുപോലെ തന്നെ ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾസും. പക്ഷെ അതല്ലാതെ ഇനിയും മോട്ടോർ സൈക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വന്നിരുന്ന മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ റൈവൽ ആയിട്ടിരുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ജാവ തന്നെയാണ്. ജാവയ്ക്ക് പ്രശ്നം എന്ന് പറയുന്നത് റിലയബിലിറ്റിയുടെ ഇഷ്യൂ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാവ റോയൽ എൻഫീൽഡ് ഒരു എതിരാളിയായിട്ട് മാറാനായിട്ട്, അത്ര വലിയൊരു എതിരാളിയായിട്ട് മാറാനായിട്ട് സാധിച്ചില്ല. എന്നാലും റോയൽ എൻഫീൽഡ് എടുക്കുന്നവർക്ക് വേറൊരു ഓപ്ഷൻ കൂടി ആയിട്ട് ജാവ മോട്ടോർ സൈക്കിൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ബെനലിയുടെ ഇംപാരൽ എന്ന് പറഞ്ഞ ആ ഒരു മോഡലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഷോറൂംസിന്റെ എണ്ണം കുറവ്. ഷോറൂം വളരെയധികം എണ്ണം കുറഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടി വരുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴുള്ള ആ ഒരു രണ്ട് മോട്ടോർ സൈക്കിൾ, ജാവയും അതുപോലെ തന്നെ ബെനലിയുടെ ഇംപാരൽ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോർ സൈക്കിളും. അതല്ലാതെ ഏറ്റവും പുതിയ ഹോണ്ട CB350 എന്ന് പറയുന്നതും ബിഗ് വിങ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഷോറൂം വഴിയാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. അപ്പോൾ അതും ഒരു പരിധി തന്നെയാണ്. കാരണം റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും 1, 2 അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഡീലർഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ബിഗ് വിങ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ലിമിറ്റ് ആയിട്ടുള്ള ഒരു ഷോറൂംസ് മാത്രമാണ് കൊണ്ടുവന്നിരുന്നത്. നോർമൽ ആയിട്ടുള്ള നമ്മുടെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഷോറൂം വഴിയല്ല ഹോണ്ടയുടെ CB350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. ടെക്നോളജിക്കലിയും അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ CB350 എന്ന് പറയുന്നത് വെൽ പാക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഒരു ക്ലാസിക്കൽ ലുക്ക് മാത്രമല്ല അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഹോണ്ട. ഒരു മോഡേൺ റിട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ, റോഡ്സ്റ്റർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. റോഡ്സ്റ്റർ ആയിട്ടുള്ള ഒരു എർഗണോമിക്സും സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ ഹോണ്ട കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഷോറൂമിന്റെ അഭാവം, ഷോറൂം ബിഗ് വിങ് ഇന്ത്യ എന്ന് പറഞ്ഞ ഷോറൂമിന്റെ എണ്ണം കുറവ് ഈ ഒരു മോട്ടോർ സൈക്കിൾ സെയിലിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഹോണ്ട തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ വലിയൊരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള സെയിലിന്റെ വിപുലീകരണം അവർ എന്തായാലും നടത്തും. കാരണം ഹോണ്ടയെ അപേക്ഷിച്ചിടത്തോളം ബെനലിയുടെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരിക്കലും. അവരുടെ ഈ ഒരു CB350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ ആളുകളിൽ എത്തിക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഓൾറെഡി അവരുടെ എക്സിസ്റ്റിംഗ് നിൽക്കുന്ന നോർമൽ ആയിട്ടുള്ള ഷോറൂം എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹോണ്ടയ്ക്ക് ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്ലാസിക്കൽ മോട്ടോർ സൈക്കിൾ ഏറ്റവും ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ മീറ്റിയോർ 350 ആണ്. ഈ ഒരു മോട്ടോർ സൈക്കിൾ കോവിഡിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ലോഞ്ച് ചെയ്യേണ്ട ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. കോവിഡിന്റെ ഇഷ്യൂ കൊണ്ടാണ് ഇത്രയും ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ഡിലേ ആയത്. അതും സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യേണ്ട മോഡലായിരുന്നു. പക്ഷേ അത് ഹോണ്ടയുടെ CB350 ആ ഒരു ലോഞ്ച് കഴിഞ്ഞ് ലോഞ്ച് ചെയ്യാനായിരിക്കും റോയൽ എൻഫീൽഡ് ഇത്രയും ഡിലേ ആക്കുന്നത്. എന്തായാലും അവരുടെ പ്രൊഡക്ഷനൊക്കെ ഓൾറെഡി സ്ലോ ആണ്. റോയൽ എൻഫീൽഡ് ഹിമാലയനൊക്കെ ബുക്ക് ചെയ്തവർക്ക് അറിയാം, ഏകദേശം വളരെ വലിയൊരു ടൈം കഴിഞ്ഞിട്ടൊക്കെയാണ് റോയൽ എൻഫീൽഡ് ഹിമാലയനൊക്കെ വരുന്നത്. അവരുടെ പ്രൊഡക്ഷൻ ടോട്ടലി കുറവായിട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മീറ്റിയോർ 350 തന്നെ ഒരു 650cc ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ ഒരു മോഡലിന്റെ ഓൾറെഡി സ്പൈ ഷോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 650 ആയിട്ടുള്ള ഒരു മീറ്റിയോർ സീരീസ് എന്ന് പറയാം. ഏകദേശം ഒരു ക്രൂയിസർ മോഡലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു USD ഫോക്സ് ഒക്കെ ഒരു 650cc ആയിട്ടുള്ള ഒരു ക്രൂയിസർ മോട്ടോർ സൈക്കിളിനെ റോയൽ എൻഫീൽഡ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ
ഏറ്റവും ആദ്യത്തെ വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ മീറ്റിയോർ തന്നെയാണ്. അടുത്തൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് യമഹയുടെ XSR 155 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ്. XSR സീരീസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. XSR 900, 700, XSR 900 അബ്രാത്ത്, അങ്ങനെ പല ടൈപ്പ് ഓഫ് XSR സീരീസ് ഉണ്ട്. ഒരു ഫാസ്റ്റർ സൺ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലാണ് യമഹ ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ യമഹയുടെ XSR 155 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ആ ഒരു കാര്യം WR155 ഒരു അഡ്വഞ്ചർ സീരീസ് ആയിട്ടുള്ള WR155 മുൻപ് തന്നെ XSR എന്ന് പറയുന്ന ഒരു സീരീസ് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് നമുക്ക് ഈ ഒരു കാര്യം അറിയാനായിട്ട് സാധിച്ചത് പല ഡീലർഷിപ്പിലും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എൻക്വയറി ഒക്കെ നടക്കുന്നുണ്ട്. XSR 155 കുറിച്ചിട്ടുള്ള എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും യമഹയുടെ അടുത്തൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് XSR സീരീസ് തന്നെ ആയിരിക്കും. അത് 150cc ആയിട്ടുള്ള 155 സീരീസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമുക്കും ഏറ്റവും കൂടുതൽ ഒരു വിശ്വസിക്കാവുന്ന എഞ്ചിൻ തന്നെയാണ്. കാരണം യമഹയുടെ R15 MT15 യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്കലിയും അതുപോലെ തന്നെ മാപ്പിങ്ങിലും ഡിഫറൻസ് വരുത്തിയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്രൂയിസർ അല്ലെങ്കിൽ ഒരു റിട്രോ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് അല്ലെങ്കിൽ ഒരു പവറിലേക്കോ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരുന്ന ഒരു മോഡലായിരിക്കും XSR 155 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അടുത്ത ഒരു മോഡൽ എന്ന് പറയുന്നത് കവാസാക്കിയുടെ W175 അല്ലെങ്കിൽ W250 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആണ്. ഓൾറെഡി നമുക്കറിയാം ഇന്ത്യയിൽ W800 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. റിട്രോ ക്ലാസിക് മോഡൽ തന്നെയാണ്, റോഡ്സ്റ്റർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ആ ഒരു മോഡലിന്റെ ഒരു കുഞ്ഞൻ പതിപ്പുകളാണ് W175 W250 എന്ന് പറയുന്ന മോഡലും. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരാനായിട്ട് ചാൻസ് ഉള്ളത് W175 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ്. 2021 ഇന്ത്യയിൽ ഈ ഒരു മോഡൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി ഈ ഒരു മോഡൽ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഒരു ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് W175 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. കവാസാക്കിയുടെ W175 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ റിട്രോ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, റിട്രോ ക്ലാസിക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതുപോലെ തന്നെ റൗണ്ടിലായിട്ടുള്ള ഹെഡ് ലാമ്പ്, പോക്കറ്റ് വീൽസ് തന്നെയാണ്. ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 126 കിലോഗ്രാം മാത്രമാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വെയിറ്റ് വരുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 177cc ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു SOSC സിംഗിൾ ഓവർ ക്യാംഷാഫ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഈ മോട്ടോർ സൈക്കിളിന്റെ പവർ എന്ന് പറയുമ്പോൾ 13 bhp മാത്രമാണ് പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 13.2 Nm ഓഫ് ടോർക്കാണ്. എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, കാർബറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയിലേക്ക് ഈ ഒരു W175 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വരുമ്പോൾ എന്തായാലും കുറച്ചും കൂടി പവർ ഉള്ള ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും. എന്തായാലും നമുക്കറിയാം BS6 ആയിട്ടുള്ള എമിഷൻ നോംസിനോട് മേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്യൂൽ ഇഞ്ചക്ട് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൊണ്ടുവരാൻ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതെന്തായാലും കവാസാക്കി ആ ഒരു രീതി തന്നെയായിരിക്കും ഈ ഒരു മോഡൽ W175 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന W175 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ 5 സ്പീഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,20,000 തൊട്ടിട്ട് 1,40,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ഇന്ത്യ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും W175 ആണോ W250 ആണെന്നുള്ള ഡൗട്ട് ഇപ്പോഴുണ്ട്. പക്ഷെ കൂടുതലും പറയുന്നത് എല്ലാ മീഡിയാസും എടുത്തു പറയുന്നത് W175 എന്ന് പറയുന്ന മോഡൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ്. അടുത്ത ഒരു മോഡൽ എന്ന് പറയുന്നത് TVSന്റെ സെപ്ലിൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. കുറെ നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് TVSന്റെ സെപ്ലിൻ എന്ന് പറയുന്ന മോഡൽ. എന്തായാലും TVS ഈ ഒരു സെപ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഡിലേ ആക്കാനായിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നത് നോർട്ടൺ അവർ അക്യൂർ ചെയ്തുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി കൂടുതൽ നോർട്ടന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി നോർട്ടന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ സെപ്ലിൻ എന്ന് പറയുന്ന മോഡൽ ടോട്ടലി അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. എന്തായാലും TVS ഇപ്പോഴും 2 മോഡലാണ് ഇപ്പോഴും അവർ ഡിലേ ആക്കുന്നത്. ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മോഡലും അതുപോലെ തന്നെ ഒരു ക്രൂയിസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് TVS ഇപ്പോഴും ഡിലേ ആയിട്ട് കൊണ്ടിരിക്കുന്നത്. എന്തായാലും TVS ആണ് ഉടൻ തന്നെ അവരുടേതായിട്ടുള്ള അപ്ഗ്രേഡേഷനും കാര്യങ്ങളും കൊണ്ടുവന്ന് ഈ 2 മോഡലും അവർ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ TVSന്റെ ഒരു സെപ്ലിൻ എന്ന് പറഞ്ഞ മോഡലിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയുന്നവർക്ക് ഞാൻ ലിങ്ക് കൂടെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ബജാജിന്റെ ഒരു മോഡലാണ്. ഏറ്റവും പുതിയൊരു സ്പൈ ന്യൂസ് ആണ് ഇതിനെ കുറിച്ചിട്ട്. ബജാജിന്റെ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് അവരുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരനുസരിച്ചിട്ട് ബജാജിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള ഒരു നെയിമാണ് ഈ ഒരു പേര്, ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര്. അത് മാത്രമാണോ ഇനി ബജാജും ട്രയംഫും തമ്മിലുള്ള ആ ഒരു പാർട്ണർഷിപ്പിൽ വരാൻ പോകുന്ന ഈ ഒരു മോഡലാണോ, ഈ ഒരു ക്ലാസിക്കൽ മോഡലാണോ ഈ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് എന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പേര് എന്ന് പറയുന്നത് ന്യൂറോൺ എന്ന് പറയുന്ന ഈ ഒരു പേര് നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ വർക്കിംഗ് സെല്ലിനൊക്കെ പറയുന്ന പേരാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം നെർവസ് സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്ന കൺട്രോൾ ന്യൂറോൺ എന്ന് പറയുന്ന ആ ഒരു പേരിലൊക്കെയാണ് ബജാജ് ഈ ഒരു മോഡൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കറക്റ്റായിട്ട് എന്താണ് ഈ ന്യൂറോൺ എന്ന് പറയുന്ന ഈ ഒരു മീനിങ് കൊണ്ട് ബജാജ് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. കറക്റ്റായിട്ട് ഒരു മെഡിക്കൽ ടേം ആണോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമാണ് ഉള്ളത്.
അതുപോലെ തന്നെ ഈ ഒരു മോഡല് 2020 ഈ ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് അവർക്ക് ട്രേഡ് മാർക്ക് അപ്രൂവ് ചെയ്തത് 2020 സെപ്റ്റംബർ 28 അപ്പോൾ എന്തായാലും ടോട്ടലി ഒരു ഡൗട്ടാണ്. കാരണം ട്രയംഫ് ഓൾറെഡി ഒരു മോഡൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3 സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിൻ. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ബജാജും ട്രയംഫും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പിൽ വരാൻ പോകുന്ന ഒരു മോഡലായിരിക്കും ട്രൈഡന്റ്, അല്ലെങ്കിൽ ആ ഒരു മോഡൽ തന്നെ ഒരു ചെറിയൊരു മോഡൽ ബജാജിനൊപ്പം പാർട്ണർഷിപ്പിൽ ട്രയംഫ് കൊണ്ടുവരുന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഡിഫറൻസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേരിൽ ബജാജ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം ബജാജിന് ഒരു ക്രൂയിസർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് അവഞ്ചർ തന്നെയാണ്. വളരെയധികം ഒരു ഹിസ്റ്ററിയുള്ള ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയാം. പൾസർ, അതുപോലെ ഡിസ്കവർ, അവഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി പഴക്കമുള്ള പേരും മോഡൽസ് തന്നെയാണ്. അപ്പോൾ ഇനി അവഞ്ചറിന്റെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണോ ഈ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ക്ലാസിക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആവാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 373 അല്ലെങ്കിൽ ഒരു 400 cc ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും ഈ വരാൻ പോകുന്ന ഈ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഇതാണ് ബജാജിന്റെ ഭാഗത്ത് നല്ലൊരു ക്ലാസിക്കൽ മോട്ടോർ സൈക്കിൾ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അടുത്ത മോഡൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് തന്നെ ക്ലാസിക് മോട്ടോർ സൈക്കിൾ ആണ്. റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, റോയൽ എൻഫീൽഡ് ക്ലാസിക് മോട്ടോർ സൈക്കിൾ പുതിയ BS6 ആയിട്ടുള്ള ഈ ഒരു മോഡൽ അല്ല, അതല്ലാണ്ട് തന്നെ മീറ്റിയോർ എന്ന് പറയുന്ന ആ ഒരു മോഡലിന്റെ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട്. ഏകദേശം 2021 പകുതിയോട് കൂടിയിട്ട് ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ക്ലാസിക് 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ടൈം ഉള്ളവർ എന്തായാലും ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പകുതിയോട് കൂടിയിട്ട് വരെ ടൈം ഉള്ളവർ എന്തായാലും അത് വെയിറ്റ് ചെയ്യായിരിക്കും ബെറ്റർ. കാരണം കുറച്ചും കൂടിയും ഓപ്ഷൻസ് ഉള്ള ഒരു ടൈം ആയിരിക്കും, പ്രത്യേകിച്ച് ക്ലാസിക് മോട്ടോർ സൈക്കിളിന് കുറച്ചും കൂടിയും ഓപ്ഷൻസ്. അതുപോലെ തന്നെ അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് SD-യുടെ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. SD ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ മഹേന്ദ്ര അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാനൊരു SD ഇലക്ട്രിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു മോഡൽ വരാൻ ചാൻസ് ഉള്ള അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഹാർലി ഡേവിഡ്സന്റെ 338R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഒരു ഏകദേശം നല്ലൊരു ക്ലാസിക്കൽ മോട്ടോർ സൈക്കിൾ തന്നെ പറയാം. കുറച്ചും കൂടി ഒരു ഹാർലി ഡേവിഡ്സന്റെ ഒക്കെ ഒരു സ്റ്റൈൽ തന്നെയാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ബെനലി അല്ലെങ്കിൽ ടോയിഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയുടെ സെയിം എഞ്ചിനൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബെനലിയുടെ പാർട്ണർഷിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ടോയിഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോട്ടോർ സൈക്കിൾ കമ്പനിയുടെ പാർട്ണർഷിപ്പ് തന്നെയാണ് ഹാർലി ഡേവിഡ്സൺ ഈ ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഹാർലി ഡേവിഡ്സന്റെ ഡിസൈൻ മാത്രം തന്നെയാണ് സ്പെഷ്യലി നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബെനലിയിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു USD ഫോക്സും എഞ്ചിനും ഫ്രെയിമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ ഏകദേശം 2000 പേരെയൊക്കെ അവരുടെ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയുടെ ഡീലർഷിപ്പിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ലോസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അത് മാത്രമല്ല ഹാർലി ഡേവിഡ്സൺ പുതിയൊരു പ്ലാനിങ്ങിലാണ് അവരുടെ ഇനിയുള്ള സെയിൽസും സർവീസും കാര്യങ്ങളും ഇന്ത്യയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇന്ത്യയിൽ എത്രത്തോളം അവരുടെ സെയിലും കാര്യങ്ങളും നടക്കുന്ന കാര്യം ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും ഹാർലി ഡേവിഡ്സൺ 338R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് പ്രതീക്ഷിക്കാം. കാരണം ഒരു ലോ കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അത് മാത്രമല്ല പ്രൈസിംഗ് എന്ന് പറയുന്നതും ഒരു ലോ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ 338R എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ വെച്ചിട്ട് എന്തായാലും ഹാർലി ഡേവിഡ്സൺ അവരുടെ സെയിൽ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കും. അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് സുസുക്കിയുടെ ഇൻട്രൂഡർ 250 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഓൾറെഡി ഒക്ടോബർ 7 സുസുക്കി ഒരു ലോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സുസുക്കി 250 ജിക്സറും 150 ജിക്സറും അതുപോലെ തന്നെ 250 നേക്കഡ് ആയിട്ടുള്ള ജിക്സറും സീരീസും ഒക്കെ അവരെ കളർ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ആ ഒരു ഡേറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇൻട്രൂഡർ 250 എന്ന് പറയുന്ന ഒരു മോഡൽ സുസുക്കി മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുമെന്നായിരുന്നു. പക്ഷെ അതല്ല അവർ ചെയ്തത്. എന്നിരുന്നാലും ഇപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു 250cc ആയിട്ടുള്ള ഇൻട്രൂഡർ സീരീസ് കൊണ്ടുവരുന്നുള്ളത്. പക്ഷെ 150ക്ക് അറിയാം, 150 എന്ന് പറയുന്ന ഇൻട്രൂഡറിന് അത്രയും വലിയൊരു പ്രതീക്ഷിച്ച ഒരു സെയിൽസും കാര്യങ്ങളും നടന്നിട്ടില്ല. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം ആ ഒരു വലിയ ഇൻട്രൂഡറിനനുസരിച്ചിട്ട് വലിയ ഇൻട്രൂഡറിന്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ ഒരു ചെറിയ ഇൻട്രൂഡർ കൊടുത്തപ്പോൾ കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. പോരായ്മ തന്നെയാണ് ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ സെയിൽ ഡൗൺ ആവാനായിട്ടുള്ള കാരണം. അപ്പോൾ അതൊക്കെയാണ് ഈ സുസുക്കി ഇൻട്രൂഡർ 250 കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. സുസുക്കി ഇൻട്രൂഡർ 250 കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പിന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ക്ലാസിക് മോട്ടോർ സൈക്കിൾ. അതിൽ ഏറ്റവും ആദ്യം വരാനായിട്ട് പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ മീറ്റിയോർ 350 തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ക്ലാസിക് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കൺഫ്യൂഷൻ ആവുന്ന രീതിയാണ്. പ്രത്യേകിച്ച് ഹോണ്ടയുടെ CB 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നപ്പോഴാണ് കറക്റ്റ് എല്ലാവർക്കും പ്രതീക്ഷിച്ച ഒരു മോട്ടോർ സൈക്കിൾ അല്ല. എല്ലാവരും വിചാരിച്ചത് റീബൽ എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈനിലായിരിക്കും
ഈ ഒരു CB സീരീസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഹോണ്ടയുടെ മോട്ടോർ സൈക്കിളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഡിഫറൻസ് ആയി എല്ലാ കാര്യങ്ങളും കറക്റ്റായി സീക്രട്ട് ആയിട്ട് വെച്ചിട്ട് തന്നെയാണ് ഹോണ്ട അവരുടെ CB350 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തത്. എന്തായാലും ഏറ്റവും വലിയൊരു റൈവൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ്. റോയൽ എൻഫീൽഡിന് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു തുടങ്ങും. കാരണം ലുക്ക് കൊണ്ട് മാത്രം ചിലർ ബൈക്ക് എടുക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ജാവയിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസ്ഥയുണ്ട്. ജാവയുടെ റിലയബിലിറ്റിയും അതുപോലെ റിഫൈൻമെന്റും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. BS6 ആയിട്ടുള്ള മോഡലായിട്ട് പോലും പലർക്കും ആ ഒരു മോഡൽ ജാവയുടെ പല മോഡലിലും വിശ്വാസം വന്നിട്ടില്ല. പ്രത്യേകിച്ച് പെരാഗൊക്കെ വന്നത് കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പെരാഗിനൊക്കെ പല കംപ്ലൈൻസും വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ക്വാളിറ്റിയിലാണെങ്കിലും പല കാര്യത്തിലും പെരാഗ് എന്ന് പറയുന്ന ആ ഒരു മോഡലിന് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ക്ലാസിക് മോട്ടോർ സൈക്കിൾ. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.